ആരെങ്കിലും അറിഞ്ഞാൽ തൽക്കാലം ആരും അറിയില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടുന്ന് ചില തീരുമാനങ്ങൾ എടുത്താണ് ആൽവിൻ മടങ്ങിയത്. സത്യമാണോ നീ പറയുന്നത്? സത്യമാണ് മുതലാളി. ഞാൻ കണ്ടതാ നമ്മുടെ ആൽവിക്കുഞ്ഞ് ആ കൊച്ചിനോടൊപ്പം. കർത്താവേ! ആൻ്റണി തലയിൽ കൈവച്ചു. ആൽവിയെക്കുറിച്ച് മാത്രമാണ് താനിങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷേ ജാൻസിയെപ്പറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷേ വിശ്വസിച്ചേനെ. ആ കൊച്ചിനെപ്പറ്റി ഞാനും ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല മുതലാളി. എന്താണെങ്കിലും ഈ ബന്ധം ഒരുപാട് മുൻപോട്ട് പോകാൻ അനുവദിച്ചുകൂടാ, ആൻ്റണി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജാൻസി അരമനയിലേക്ക് പോകും മുൻപ് അരികിൽ കൊണ്ട് ബുള്ളറ്റ് നിർത്തി. അത് ആൽവിനാണെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നതാ? അവൾ ചോദിച്ചു. കേറടി, അവൻ പറഞ്ഞു. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിഞ്ഞാലേ നീ കയറത്തുള്ളൂ. ആ ഉള്ളൂ. ദേ, കൂടുതൽ ജാടയിട്ട് നിൽക്കല്ലേ, തൂക്കിയെടുത്ത് കയറ്റിക്കൊണ്ട് പോവും ഞാൻ. എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ. കേറടി പുല്ലേ, വലിയ ജാട കാണിക്കാതെ. എനിക്കും പണിയുള്ളതാ. അവൻ അവളെ ഒന്നുകൂടി നോക്കിയപ്പോൾ അവൾ കയറി. വണ്ടി പരിചിതമല്ലാത്ത ഒരു വീട്ടിലേക്ക് കൊണ്ടുചെന്ന് നിർത്തി. അവിടെ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. എന്താ ഇവിടെ? ഇതാരുടെ വീടാ? ജാൻസി ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ആൾതാമസമില്ല. അടുത്തെങ്ങും ഒറ്റ വീട് പോലുമില്ല. നിന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാൻ കൊണ്ടുവന്നതാ. പേടിയുണ്ടോ? അവൻ മീശയൊഴിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു. തിരിച്ചവൾ തീ പാറുന്നൊരു നോട്ടം അവന് നൽകി. ഞാനെന്തിനു പേടിക്കണം? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിങ്ങളിവിടുന്ന് ജീവനോട് പോകില്ലല്ലോ. അവളുടെ മറുപടി കേട്ട് അവൻ അന്തിച്ചു. പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ദേ, ഇതാണ് എൻ്റെ ജാൻസി റാണി. ചിരിയോടെ അവളെ ചേർത്തു പിടിച്ച് അവൻ പറഞ്ഞു. അവളും ചിരിച്ചു പോയിരുന്നു. അപ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടു. അകത്തു നിന്നും ഒരു 45 വയസ്സ് മതിക്കുന്ന ഒരാൾ വന്നു. ആ വാ ആൽവിനെ, എല്ലാം റെഡിയല്ലേ രാജീവേട്ട? അവൻ ചോദിച്ചു. ജാൻസി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണിറുക്കി. ശങ്കരനും ഭാര്യ ലതയും വന്നിട്ട് കുറേ നേരമായിരുന്നു. അയാൾ മറുപടി പറഞ്ഞു. എന്താ ഇതൊക്കെ? എന്ത് റെഡിയാണ് എന്നാണ് പറഞ്ഞത്? ജാൻസി ആൽവിൻ കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു. നമ്മുടെ ഫസ്റ്റ് നൈറ്റിനുള്ള ബെഡ്റൂം. ഇച്ചായൻ ഇന്ന് തകർക്കും മോളെ. അവൻ കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞു. അവൾ ആയത്തിൽ അവൻ്റെ വയറിനിട്ടൊരു ഇടി കൊടുത്തു. ആ! ആൽവിൻ നിലവിളിച്ചു പോയി. എന്താണ്? രാജീവ് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഹേയ്, ഒരു ഫാമിലി മാറ്റർ ഡിസ്കസ് ചെയ്തതാണ്, ആൽവിൻ പറഞ്ഞപ്പോൾ ജാൻസിക്ക് ചിരി വന്നു. അപ്പോൾ തുടങ്ങാം? രാജീവ് ചോദിച്ചു. ജാൻസി ആൽവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് കണ്ണിറുക്കി. അവൾക്ക് ദേഷ്യം വന്നു. ജാൻസി വരൂ, രാജീവ് വിളിച്ചു. അവൾ യാന്ത്രികമായി നടന്നു. അവിടെ അന്ന് കണ്ട പോലീസുകാരനും അയാളോടൊപ്പം ഒരു സ്ത്രീയും നിൽക്കുന്നത് കണ്ടു. ജാൻസി ഒപ്പിട്ടു. ഒരു രജിസ്റ്റർ ചൂണ്ടി അയാൾ പറഞ്ഞു. അവൾ ആൽവിനെ നോക്കി. ഒപ്പിട്ടോ? ആൽവിൻ പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി രാജീവ് പറഞ്ഞ പേന വാങ്ങി അയാൾ കാണിച്ചു കൊടുത്ത രജിസ്റ്ററിലും ഒപ്പം ഒരു ഫോമിലും ഒപ്പിട്ടു. ഇനി ആൽവിൻ. രാജീവ് പറഞ്ഞപ്പോൾ ആൽവിൻ അതുപോലെ ചെയ്തു. ഇനി സാക്ഷികൾ രണ്ടാളും. അപ്പോഴേക്കും ശങ്കരനും ഭാര്യയും വന്നു. അപ്പോൾ ഇനി പ്രൊസീജിയർ ഒന്നുമില്ല. എനിക്ക് കുട്ടിയുടെ ID കാർഡിൻ്റെ കോപ്പി ആൽവിൻ എത്തിച്ചു തരണം. ഇന്ന് തന്നെ. അതെത്തിക്കാം രാജീവേട്ട. എങ്കിൽ കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ആൽവിൻ വിളിച്ചാൽ മതി. ജാൻസി ഒന്നും പറയാതെ അവനെ നോക്കി. അവൻ അവൾക്ക് മുഖം കൊടുത്തില്ല. ഒരുപാട് നന്ദി രാജീവേട്ട, ആൽവിൻ പറഞ്ഞു. എന്തിനാടോ ഈ ചെറിയ കാര്യത്തിന് നന്ദി? രാജീവ് പറഞ്ഞു. ശങ്കരേട്ട. അവൻ അയാളെ ചേർത്തു പിടിച്ചു. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിന്നു ജാൻസി. ശങ്കരേട്ടൻ ചേച്ചിയെ കൊണ്ട് മോളുടെ വീട്ടിൽ വിട്ടിട്ട് സ്റ്റേഷനിൽ വന്നാൽ മതി. ജീപ്പ് എടുത്തു. അത്രയും പറഞ്ഞ് ജാൻസിയുടെ കൈ പിടിച്ച് അവൻ ഇറങ്ങി. എന്താ ഇതൊക്കെ? സഹി കെട്ട് ജാൻസി ചോദിച്ചു. കൂടുതലൊന്നുമില്ല. നിയമപരമായി ഞാനിപ്പോൾ നിൻ്റെ കെട്ടിയോനാണ്. കുറച്ചു മുൻപ് കഴിഞ്ഞത് നമ്മുടെ കല്യാണം, രജിസ്റ്റർ മാരേജ്. അവൻ പറഞ്ഞപ്പോൾ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. മനസ്സിലാവാതെ അവൾ അവനെ നോക്കി. രാജീവേട്ടനെ പേഴ്സണലായി അറിയാം. രജിസ്ട്രാറാണ്. രജിസ്റ്റർ ഓഫീസിൽ പോകാഞ്ഞത് അപ്പച്ചന് നാണക്കേടുണ്ടാക്കേണ്ടെന്ന് ഓർത്താണ്. ഒരാഴ്ച കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറയാം.
ഇപ്പോൾ ഇത് ചെയ്തത് നിനക്ക് വിശ്വാസമാകാൻ വേണ്ടി മാത്രം. അല്ലാതെ ഇങ്ങനെ പാത്തും പതുങ്ങിയൊന്നും എനിക്ക് കെട്ടേണ്ട കാര്യമില്ല. ചേർത്ത് നിർത്തി എൻ്റെ ആണെന്ന് പറയാൻ ഒരു മടിയില്ല. കർത്താവ് തമ്പുരാൻ ഇറങ്ങി വന്ന് ചോദിച്ചാലും പറയാനും ധൈര്യമുണ്ട്. പക്ഷെ ഇന്നലെ നീ പറഞ്ഞില്ലേ എൻ്റെ പേരിനോട് ചേർത്ത് പറയാൻ നിനക്ക് അർഹതയില്ലെന്ന്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ പരാതി തീർക്കണമെന്ന് തോന്നി. അതിന് വേറെ വഴിയൊന്നും കണ്ടില്ല. ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ പേരിനൊപ്പം പറയാൻ നിന്നോളം അവകാശം വേറെ ആർക്കുമില്ല. മിസ്സിസ് ജാൻസി ആൽവിൻ. അവൾ അറിയാതെ അവനെ നോക്കി. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കൊണ്ടുതരാം. ഇനിയെങ്കിലും എന്നെ അവിശ്വസിക്കില്ലേ? അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹേയ്, എന്നാടി ഇത്? നീ ഇത്രയുള്ളോ? എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ഇഷ്ടമായോണ്ട്? ചിരിയോടെ അവൻ അവളെ ചേർത്തു പിടിച്ചു പറഞ്ഞു. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് രണ്ടാളും അറിഞ്ഞില്ല. പിന്നെ കെട്ടാനും കാര്യം കാണാനും ഒക്കെ എനിക്ക് ഈ ഒരുത്തി മാത്രം മതി കേട്ടോ. അവളുടെ മുടിയിൽ തലോടി അവനത് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി. അവൻ ആ കണ്ണുനീറൊപ്പി. കെട്ട് കഴിഞ്ഞു. കാര്യം ഉടനെ നടക്കുമോ? അവൻ കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവൾ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. അവൻ ചിരിച്ചു. ഇനി എനിക്ക് എന്തു തോന്നിയാസവും എൻ്റെ പെണ്ണുപിള്ളിയോട് പറയാം. നീ നോക്കി പേടിപ്പിക്കണ്ട. ചിരിയോടെ അവൻ പറഞ്ഞു. അവളും ചിരിച്ചു പോയി. തുടരും.